വ്യാഴാഴ്ച മുതൽ സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന തീരുമാനവുമായി തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. സിനിമകൾ ധാരണ ലംഘിച്ച് OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്നുവെന്നാണ് ഫിയോക്കിന്റെ ആരോപണം. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 42 ദിവസം കഴിഞ്ഞാൽ മാത്രമേ സിനിമ OTTക്ക് നൽകുകയുള്ളൂ എന്ന സത്യവാങ്മൂലം ലംഘിച്ചു എന്നാണ് ആരോപണം. അതുകൊണ്ട് ഈ വിഷയത്തിലൊരു തീരുമാനം വരുന്നതുവരെ തിയേറ്ററുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഫിയോക്കിന്റെ തീരുമാനം. സമരവുമായി തിയേറ്റർ ഉടമകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഭ്രമയുഗം, പ്രേമലു എന്നീ ചിത്രങ്ങൾക്ക് വൻ തിരിച്ചടി നേരിടാൻ പോകുന്നത്. ഫെബ്രുവരി 9-നാണ് ഷേഡിയുടെ സംവിധാനത്തിൽ പ്രേമലു എന്ന ചിത്രം റിലീസ് ചെയ്തത്. അസ്ലിൻ, മമിത ബൈജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പ്രേമലു എന്ന ചിത്രത്തിന് റിലീസ് ദിനം മുതൽ മികച്ച അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിന്റെ മേമ്പൊടിയിൽ പ്രണയകഥ പറഞ്ഞ പ്രേമലു എന്ന ചിത്രം യുവാക്കളും കുടുംബ പ്രേക്ഷകരും സ്വീകരിച്ചു എന്നതിന് തെളിവാണ് ചിത്രത്തിന്റെ കളക്ഷൻ സൂചിപ്പിക്കുന്നത്. ഇന്നും വ്യത്യസ്ത പ്രമേയങ്ങൾ സിനിമയാക്കാൻ താല്പര്യം കാണിക്കുന്ന മഹാനടനാണ് മമ്മൂട്ടി. ഇത് പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുമുണ്ട്. അത്തരത്തിൽ ഫെബ്രുവരി 15-ന് റിലീസ് ചെയ്ത ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മികച്ച അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റിലീസ് ദിനം മുതൽ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് കേരളം മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകാരുടെ സമരം പ്രതികൂലമായി ബാധിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളെയായിരിക്കും. സമരം പിൻവലിച്ചില്ലെങ്കിൽ മികച്ച കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന ഈ രണ്ട് ചിത്രങ്ങളും ശരാശരി കളക്ഷനിൽ ഒതുങ്ങാനാണ് സാധ്യത കൂടുതൽ.